ഹലോ ഗായ്സ്, നമുക്കിന്ന് എങ്ങനെയാണ് ഒരു ഈസി ആൻഡ് ടേസ്റ്റി മന്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് 2.5 കിലോ ചിക്കനാണ്. 8 മുതൽ 10 വരെ ആളുകൾക്ക് കഴിക്കുവാൻ വേണ്ടിയുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ച് ചേർക്കുവാനുണ്ട്. അതിനായി ഒരു മിക്സിയിൽ നമുക്ക് 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, 6 വെളുത്തുള്ളി, 4 ടീസ്പൂൺ കുരുമുളക്, ചെറിയ ജീരകം 4 ടീസ്പൂൺ, മല്ലിപ്പൊടി 4 ടീസ്പൂൺ, 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മന്തിക്ക് നല്ലൊരു കളർ തരും. സോ അത് തന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 കപ്പോളം കുക്കിംഗ് ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായി മിക്സറിൽ അരച്ചെടുക്കുക. ഇപ്പോൾ കാണുന്ന കൺസിസ്റ്റൻസി ആവുന്നവരെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഈ അരപ്പ് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിൽ നന്നായി തിരുമ്മി പിടിപ്പിക്കണം. ഇനി ഈ ചിക്കൻ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യുക. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. നമുക്ക് അടുത്തതായി റൈസ് എങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്ന് നോക്കാം. അതിനായി നമുക്ക് ഒരു പാത്രത്തിൽ 4 ലിറ്റർ വെള്ളം എടുക്കാം. അതിലേക്ക് 4 ചിക്കൻ ക്യൂബ്സ് ഇടാം. ഞാനിവിടെ കൈകൊണ്ട് നന്നായി പൊടിച്ചാണ് ഇടുന്നത്. ഇനി 6 ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇടണം. ഞാനതിടാൻ മറന്നുപോയി. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. അതിനായി നമുക്ക് വേണ്ടത് ഏലക്ക 16 എണ്ണം, ഗ്രാമ്പു 20 എണ്ണം, കറുവപ്പട്ട 8 ഇഞ്ച്. ഇതെല്ലാം നമുക്കിനി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ബേ ലീഫ് 4 എണ്ണം, 1 ഉണക്കനാരങ്ങയും ഇടാം. ഇനി ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഞാൻ വെള്ളത്തിൽ 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെല്ല ബസ്മതി റൈസാണ്. ഇനി തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ വേവിക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത 2 ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് വരെ വേവിക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിക്കാം. ഇത്തവണ മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ റൈസിൻ്റെ ഹാഫ് നമുക്ക് വെന്തുകൊണ്ടിരിക്കുന്ന ചിക്കനിലേക്ക് ഇടാം. അടുത്ത ലെയർ റൈസ് ഇടുന്നതിന് മുന്നേ നമുക്ക് 7-8 പച്ചമുളക് മുകളിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് കൂടി ഇടാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞ് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് കുക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് റൈസിൽ നിന്നും ചിക്കനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനായി ഞാൻ 2 പാത്രത്തിൽ റൈസും ചിക്കനും കോരി മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കനെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാറ്റി വെച്ചേക്കുന്ന റൈസ് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് റൈസ് പൊട്ടി പോവാതെ സൂക്ഷിക്കണം. ഇതിപ്പോൾ റൈസ് ആ ഗ്രേവിയിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.